ഒരു വാപ്പായ്ക്ക് നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ. 1400 കൊല്ലം മുമ്പ് മുത്തുനബി ദുആ ചെയ്തു ഒരു വാപ്പയ്ക്ക് ബർക്കത്ത് ഉണ്ടാകാൻ. ഏത് വാപ്പായ്ക്കാന്നറിയോ? തൻ്റെ മക്കളെ അദബ് പഠിപ്പിക്കാൻ, തൻ്റെ മക്കളെ മര്യാദ പഠിപ്പിക്കാൻ ഏത് വാപ്പയാണോ വീട്ടിൽ ഒരു വടി വെട്ടി വെച്ചിരിക്കുന്നത് ആ വാപ്പായിക്ക് അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. തൻ്റെ മക്കളെ നേരെയാക്കാൻ വീട്ടിൽ ഒരു വടി വെട്ടി വെച്ചിട്ടുള്ള വാപ്പ, ആ വാപ്പയ്ക്ക് അല്ലാഹു ബർക്കത്ത് ചെയ്യുമെന്ന് നബിഗിര റസൂലുള്ളാഹി. ഇവിടെ വീട്ടിൽ ഉണ്ടോപ്പാ? ഒന്ന് കൈവക്കിക്കേ. അങ്ങനെ ഒരു വടി ഉണ്ടെങ്കിൽ പണ്ട് നമ്മുടെ വീടിൻ്റെ അകത്ത് അങ്ങനെ ഒരു വടി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മളൊക്കെ ഇങ്ങനെ ആയേ. എൻ്റെ ഉദാഹരണം പറഞ്ഞാൽ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് പണ്ടൊക്കെ ഇങ്ങനെ ശൈത്താൻ കൂടും. ചെറുപ്പത്തില് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വികൃതി കാണിക്കുമ്പോൾ എൻ്റെ ഉമ്മ എന്നോട് ചോദിക്കും, സിറാജ് ആ അലമാരിയുടെ മുകളിൽ ഇരിക്കുന്നത് കണ്ടോടാന്ന് ചോദിക്കും. അവിടെ ഒരു കാപ്പിക്കമ്പുണ്ട്, എൻ്റെ വാപ്പ വെട്ടി വെച്ചിട്ടുള്ളതാണ്. ആ കമ്പ് കണ്ടാൽ തന്നെ എൻ്റെ ശൈത്താൻ ഇറങ്ങുമായിരുന്നു. അങ്ങനെ ഒരു കാലം നമുക്കുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഇന്ന് മടിയന്മാരായി. നമുക്കൊന്നിനും സമയമില്ല. നാട്ടുകാരെ നന്നാക്കാനേ സമയമുള്ളൂ, വീട്ടുകാരെ നന്നാക്കാൻ സമയമില്ല. മറ്റുള്ളവന്റെ കുറവ് കാണാൻ സ്വന്തം കുറവ് നോക്കാൻ പറ്റണില്ല. മോനെ, ഇന്ന് വഴുത് കഴിഞ്ഞ് വീട്ടിൽ പോകുമ്പോ അന്യവന്റെ പറമ്പിൽ നിന്ന് മോട്ടിക്കണ്ട. നീ ചൂരിൽ വാങ്ങണമെന്ന് ഞാൻ പറയണില്ല. നിന്റെ സ്വന്തം പറമ്പിൽ നിന്ന് ഒരു കമ്പെങ്കിലും ഒടിച്ച് വീടിന്റെ അകത്ത് കൊണ്ടുപോയി അല്ലാഹു ബർക്കത്ത് ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അപ്പം മരിക്കണ കാലം വരെ പട്ടിണിയില്ലാതെ കിടക്കണമെങ്കിൽ എന്ത് ചെയ്യണം? 5 നേരം നിസ്കരിക്കണം. സ്വന്തം മാത്രം. നീ ചോദിക്കും, ഞാൻ നിസ്കരിക്കാറുണ്ടല്ലോ. ഞാൻ നിസ്കരിക്കാറ്. അല്ലാഹ് എന്താ നിന്നോട് പറഞ്ഞ? അപ്പനാ സ്വന്തം പോടാന്നാ പറഞ്ഞേ? അള്ളാഹു പറഞ്ഞത് നീ ഒറ്റയ്ക്ക് സ്വർഗത്തിൽ പോകാൻ അല്ലാഹ് പറഞ്ഞില്ല. അല്ലാഹ് എന്താ പറഞ്ഞത്? നരകത്തിൽ അല്ലാഹു ഇട്ട് കത്തിക്കുന്നത് കല്ലുകളെയും മനുഷ്യരെയുമാണ്. അതുകൊണ്ട് പോകുമ്പോ പെണ്ണുമ്പിള്ളെ മക്കളെയും കൂടെ രക്ഷപ്പെടുത്തിയിട്ട് പോണെന്നല്ലേ അല്ലാഹ് പറഞ്ഞേ? നീ എന്തിനാ സ്വന്തം കാര്യം നോക്കണേ? നിനക്ക് സ്വർഗം വേണം, ആഗ്രഹമുണ്ടില്ലേ? അതുകൊണ്ടല്ലേ പറഞ്ഞത്, രാവിലെ ബാങ്ക് വിളിച്ചു, എഴുന്നേറ്റു ഭർത്താവ് അടുത്ത് കിടക്കുന്ന ഭാര്യയെ വിളിച്ചുണർത്തി, നേരെ ബാത്റൂമിൽ പോയി എല്ലാ ആവശ്യങ്ങളും കഴിഞ്ഞിട്ട് ഒതുവെടുത്തിട്ട് വരുമ്പോ നിന്റെ ഭാര്യ അവിടെ തന്നെ കിടന്നുറങ്ങാ. ആ ഉറങ്ങുന്ന ഭാര്യയുടെ മുഖത്തേക്ക് ഒതുവെടുത്തിട്ട് ബാക്കി വന്ന വെള്ളമെടുത്ത് ഇങ്ങനെ കുടഞ്ഞിട്ട്, പൊന്നാര ആയിഷ വന്ന് എഴുന്നേക്കടി, നിസ്കരിക്കടി എന്ന് വിളിച്ചുണർത്തിയ അല്ലാഹ് നിനക്ക് സ്വർഗം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. സ്വർഗത്തിൽ പോണെങ്കിൽ തലകുത്തി വന്ന് നിൽക്കണ്ട. ഇങ്ങനെയും ചില നല്ല കാര്യമുണ്ട്. അള്ളാഹു ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ. നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ നിന്ന് മുത്തുനബിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ ആഗ്രഹമുണ്ടോ? ഒരാളും തിരിഞ്ഞു നോക്കാത്ത ഒരു ദിവസം നിനക്ക് വരാനുണ്ട്. ഇന്ന് പറഞ്ഞാ നിനക്കത് മതി തിരിയില്ല, ഇന്നത് പറഞ്ഞാ നിങ്ങൾക്ക് മനസ്സിലാകില്ല. പക്ഷേ